2024 മെയ് 28 ചൊവ്വ. ഇന്ന് 1199 ഇടവം 14. വാർത്തകൾ വായിക്കുന്നത് ജി രവി. വോട്ടെണ്ണൽ തത്സമയം രേഖപ്പെടുത്താൻ സോഫ്റ്റ്വെയർ പരീക്ഷണം വീണ്ടും പാളി. ലൈവ് അപ്ഡേറ്റ് തയ്യാറാക്കുന്നത് സോഫ്റ്റ്വെയർ സഹായത്തോടെ. വോട്ടെണ്ണൽ വിവരങ്ങൾ തത്സമയം കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ രേഖപ്പെടുത്താൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിക്കുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയറിൻ്റെ പരീക്ഷണ പ്രവർത്തനം സെർവർ തകരാറിനെ തുടർന്ന് 2 തവണ പരാജയപ്പെട്ടു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുന്നോടിയായി തയ്യാറെടുപ്പ് വിലയിരുത്താൻ നടത്തിയ ട്രയലാണ് പരാജയപ്പെട്ടത്. ഒരാഴ്ച മുൻപായിരുന്നു ആദ്യ പരീക്ഷണം. ഞായറാഴ്ച രാജ്യമാകെ ഡ്രസ് റിഹേഴ്സൽ എന്ന വിശേഷണത്തോടെ നടത്തിയ 2ാം പരീക്ഷണവും വിജയിച്ചില്ല. ശനിയാഴ്ച പ്രത്യേക അറിയിപ്പ് നൽകിയാണ് ഞായറാഴ്ച ഉദ്യോഗസ്ഥരെ രാജ്യമാകെ വിന്യസിച്ചത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുൻപേയുള്ള എൻകോർ എന്ന സോഫ്റ്റ്വെയറിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് ഉപയോഗിച്ചാണ് ഓരോ ടേബിളിലെയും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണൽ വിവരങ്ങൾ ഇത്തവണ രേഖപ്പെടുത്തുന്നത്. ഇതിനായി ഓരോ നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ ഒരു അസിസ്റ്റൻ്റ് റിട്ടേണിംഗ് ഓഫീസർ, 2 കമ്പ്യൂട്ടർ അസിസ്റ്റന്റുമാർ എന്നിവർക്ക് ലോഗിനും പാസ്വേഡും അനുവദിച്ചിട്ടുണ്ട്. ഓരോ റൗണ്ട് എണ്ണുമ്പോൾ ഓരോ ടേബിളിൽ നിന്നുള്ള വിവരങ്ങൾ റിട്ടേണിംഗ് ഓഫീസറുടെയും നിരീക്ഷകൻ്റെയും അനുമതിയോടെ ഇവർ കമ്പ്യൂട്ടർ സംവിധാനത്തിൽ രേഖപ്പെടുത്തും. അതാണ് വോട്ടെണ്ണലിൻ്റെ ലൈവ് അപ്ഡേറ്റായി തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഉദ്യോഗസ്ഥർക്കും തുടർന്ന് മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും നൽകുക. നേരത്തെ സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണം, ഇതിൻ്റെ പരിശോധന, അംഗീകാരം, വോട്ടെടുപ്പ് ദിനത്തിൽ വോട്ട് ചെയ്തവരുടെ വിവരങ്ങൾ എന്നിവയ്ക്കായി എൻകോർ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ആപ്പും അനുബന്ധ സംവിധാനങ്ങളും സുഗമമായി പ്രവർത്തിച്ചിരുന്നു. വോട്ടെണ്ണലിന് കഷ്ടിച്ച ഒരാഴ്ച ശേഷിക്കെ സോഫ്റ്റ്വെയറിൻ്റെ പ്രവർത്തനം സുഗമമാക്കാനുള്ള തിരക്കിട്ട നടപടികളിലാണ് കമ്മീഷൻ. അതേസമയം സെർവർ തകരാർ സംബന്ധിച്ച ചോദ്യങ്ങളോട് കേരളത്തിലെ കമ്മീഷൻ ഓഫീസ് പ്രതികരിച്ചില്ല. ഇത്തവണ കാലവർഷം അസാധാരണം. കാലവർഷം 5 ദിവസത്തിനകം 106% അധിക മഴ ലഭിക്കുമെന്ന് പ്രവചനം. കേരളമടക്കമുള്ള തെക്കൻ സംസ്ഥാനങ്ങളിൽ കാലവർഷം സാധാരണയിലും കൂടുതലായിരിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് 106% മഴ അധികം ലഭിക്കുമെന്നാണ് പ്രവചനം. ജൂലൈ, സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും അധിക മഴ പെയ്യുക. സംസ്ഥാനത്ത് 5 ദിവസത്തിനകം കാലവർഷം എത്തുമെന്നും അറിയിച്ചു. കഴിഞ്ഞ വർഷം ജൂൺ 8-നാണ് കാലവർഷം എത്തിയത്. ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരുന്ന 5 ദിവസം കേരളത്തിൽ പരക്കെ മഴ ലഭിക്കും. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും മിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട്. കേരള, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ചുഴലിക്കാറ്റ് ബംഗാളിൽ 5 മരണം. ബംഗാളിൽ റിമാൽ ചുഴലിക്കാറ്റിൽ മരിച്ചവരുടെ എണ്ണം 5ആയി. കൊൽക്കത്തയിൽ ഒരാളും സൗത്ത് 24 പർഗാനസ് ജില്ലയിൽ 2 സ്ത്രീകളും കിഴക്കൻ മേദിനിപൂർ ജില്ലയിൽ അച്ഛനും മകനും മഴക്കെടുതിയിൽ മരിച്ചു. കൊൽക്കത്തയിൽ 146 മില്ലിമീറ്റർ മഴ പെയ്തു. അവയവ കച്ചവടത്തിന് മനുഷ്യക്കടത്ത് തെലങ്കാനയിൽ ചുമത്തുന്നത് ഗുരുതര വകുപ്പുകൾ. രാജ്യാന്തര അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്താൻ കേരളത്തിലും ഏജന്റുമാരെ നിയോഗിച്ച ഹൈദരാബാദിലെ സാൻഡി സിൻഡിക്കേറ്റിനെ ഒതുക്കാൻ തെലങ്കാന പോലീസ് ചുമത്തിയത് 10 വർഷം വരെ കഠിന തടവും 60 ലക്ഷം രൂപ വരെ പിഴയും ചുമത്താവുന്ന 11 കുറ്റങ്ങൾ. 2017-ലാണ് സാൻഡി സിൻഡിക്കേറ്റ് കേരളത്തിൽ നിന്ന് 22 അതിഥി തൊഴിലാളികളെ വിദേശത്തേക്ക് കടത്തിയത്. ഇവരെപ്പറ്റി പിന്നീട് ഒരു വിവരവുമില്ല. ഇപ്പോഴത്തെ അവയവ കച്ചവട കേസിൽ കേരള പോലീസ് അറസ്റ്റ് ചെയ്ത കൊടുങ്ങല്ലൂർ വലപ്പാട് സ്വദേശി സബിത്ത്, എടത്തല സ്വദേശി സജിത്ത് എന്നിവരുടെ മൊഴികളിൽ പറയുന്ന ഹൈദരാബാദിലെ ഡോക്ടർ സിൻഡിക്കേറ്റിൻ്റെ ഭാഗമാണെന്ന സൂചനയുണ്ട്. ഇതേ സംഘത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഇറാനിലുള്ള മലയാളി ഡോക്ടറും കൊച്ചി സ്വദേശിയായ മധുവും. ഇവരെ കണ്ടെത്തി ചോദ്യം ചെയ്യാൻ ഇന്ത്യയിലെ ഇറാൻ എംബസിയുടെ സഹായം തേടും. സിൻഡിക്കേറ്റിൻ്റെ മുഖ്യ കണ്ണികളായ 3 പേർ തെലങ്കാന പോലീസിൻ്റെ പിടിയിലായെങ്കിലും ഇവരുടെ ഏജന്റുമാരുടെ സാന്നിധ്യം കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴുമുണ്ട്. അറസ്റ്റിലായ സന്ദീപ് കുമാർ, കൂട്ടാളികളായ അമരീഷ് പ്രതാപ്, ഋതിക ജയ്സ്വാൾ എന്നിവർക്കെതിരെയാണ് തെലങ്കാന പോലീസ് ഗുരുതര വകുപ്പുകൾ ചുമത്തിയത്. അവയവ കച്ചവട റാക്കറ്റിനെതിരെ ഇന്ത്യയിൽ ചുമത്തിയ ഏറ്റവും ഗൗരവമുള്ള വകുപ്പുകളാണ് ഇത്. ഡൽഹി ആശുപത്രി തീപിടുത്തം, കൂടുതൽ ക്രമക്കേടുകൾ പുറത്ത്. കുഞ്ഞുങ്ങളെ ചികിത്സിക്കാൻ ദന്ത ആയുർവേദ ഡോക്ടർമാരും. ആശുപത്രി കെട്ടിടത്തിന് തീപിടിച്ച് 7 നവജാത ശിശുക്കൾ മരിച്ച കേസിൽ അറസ്റ്റിലായ 2 പേരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ആശുപത്രി ഉടമ ഡോക്ടർ നവീൻ കിച്ചി, സംഭവ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ആകാശ് എന്നിവരെ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് വിധി ഗുപ്ത ആനന്ദാണ് പോലീസിൻ്റെ ആവശ്യം അംഗീകരിച്ച് 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത്.
ഇവിടെ ചികിത്സിച്ചിരുന്ന ഡോക്ടർമാർ യോഗ്യതയുള്ളവരായിരുന്നില്ല എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. BAMS ബിരുദധാരികളായ ആയുർവേദ ഡോക്ടർമാരാണ് നവജാത ശിശുക്കളെ ചികിത്സിച്ചിരുന്നത്. ഡോക്ടർ നവീൻ കിച്ചിക്ക് പീഡിയാട്രിക് മെഡിസിനിൽ MD ബിരുദമുണ്ട്. എന്നാൽ ഇയാൾക്കൊപ്പം ഇവിടെ ജോലി ചെയ്തിരുന്ന ഭാര്യ ജാഗൃതി ദന്ത ഡോക്ടറാണ്. മരിച്ച 7 കുട്ടികളിൽ ഒരാൾ തീപിടുത്തത്തിന് മുൻപേ അണുബാധ മൂലം മരിച്ചതാണെന്ന് പോലീസ് പറഞ്ഞു. മരിച്ചവരിൽ 4 ആൺകുട്ടികളും 3 പെൺകുട്ടികളുമാണ്. ഇതിൽ ഒരാൾ ജനിച്ചിട്ട് 25 ദിവസമായിരുന്നു. ബാക്കി 1 മുതൽ 15 ദിവസത്തെ ഇടവേളകളിൽ ജനിച്ചവരാണ്. കഴിഞ്ഞ 2 മാസമായി ലൈസൻസ് ഇല്ലാതെയാണ് കിഴക്കൻ ഡൽഹിയിലെ ദ ന്യൂ ബോൺ ബേബി കെയർ ആശുപത്രി പ്രവർത്തിച്ചിരുന്നതെന്ന് DCP സുരേന്ദ്ര ചൗധരി പറഞ്ഞു. ഡൽഹി സർക്കാരിൻ്റെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് ആശുപത്രിക്ക് നൽകിയിരുന്ന ലൈസൻസിൻ്റെ കാലാവധി മാർച്ച് 31 അവസാനിച്ചതാണ്. പുതുക്കാനുള്ള അപേക്ഷ മതിയായ രേഖകളില്ലാത്തതിനാൽ പരിഗണിച്ചിരുന്നില്ല എന്ന് ഡൽഹി ആരോഗ്യമന്ത്രി സൗരവ് ഭരദ്വാജ് പറഞ്ഞു. ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കി ED. ആർക്കും സമൻസ് അയക്കാൻ ഞങ്ങൾക്ക് അധികാരം. സമൻസ് ലഭിക്കുന്നവർക്ക് ഹാജരാകാൻ ഉത്തരവാദിത്വമെന്നും ED. ആർക്കും സമൻസ് അയക്കാനുള്ള അധികാരം തങ്ങൾക്കുണ്ടെന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ. സമൻസ് ലഭിക്കുന്നവർക്ക് ഹാജരാകാനുള്ള ഉത്തരവാദിത്വമുണ്ടെന്നും കോടതി ഉത്തരവുകൾ ചൂണ്ടിക്കാട്ടി ED വ്യക്തമാക്കി. സമൻസ് കിട്ടുന്നവർക്ക് നേരിട്ട് ഹാജരാകാൻ നിയമപരമായ ഉത്തരവാദിത്തമുണ്ട്. ഭാവിയിൽ പ്രോസിക്യൂട്ട് ചെയ്യുമെന്ന സാധ്യതയുടെ പേരിൽ സമൻസിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല. റഫയിലെ അഭയാർത്ഥി കൂടാരത്തിൽ ബോംബിട്ട ഇസ്രായേൽ 45 മരണം, കൊല്ലപ്പെട്ടവരിലേറെയും കുട്ടികളും സ്ത്രീകളും. തെക്കൻ ഗാസയിൽ റഫ നഗരത്തിലെ അഭയാർത്ഥി കൂടാരത്തിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ബോംബാക്രമണത്തിലും തുടർന്നുണ്ടായ തീപിടുത്തത്തിലും കൊല്ലപ്പെട്ട പലസ്തീൻകാർ 45ആയി. ഇതിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ്. 249 പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. ഇസ്രായേൽ അതിക്രമത്തിനെതിരെ ലോകമെങ്ങും പ്രതിഷേധമുയരവേ റഫയിലേത് ദാരുണമായ പിഴവാണെന്നും അന്വേഷണം നടത്തുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു. ആക്രമണം നിർത്തണമെന്ന UN ലോക കോടതിയുടെ ഉത്തരവ് ഇസ്രായേൽ മാനിക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശനയ മേധാവി ജോസഫ് ബോറൽ ആവശ്യപ്പെട്ടു. ഞായറാഴ്ച രാത്രി റഫയ്ക്ക് തെക്ക് പടിഞ്ഞാറ് തലാസ് സുൽത്താൻ അഭയാർത്ഥി ക്യാമ്പിൽ അന്തേവാസികൾ ഉറങ്ങാൻ പോകുന്ന നേരമാണ് ബോംബാക്രമണമുണ്ടായത്. പിന്നാലെ കൂടാരങ്ങളിലേക്ക് തീപടർന്നു. വടക്കൻ ഗാസയിലെ ജബാലിയ, മധ്യ ഗാസയിലെ അൽ നുസൂറത്ത് എന്നീ അഭയാർത്ഥി ക്യാമ്പുകളിലും ഇസ്രായേൽ ആക്രമണം തുടർന്നു. കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ആക്രമണമെന്നും ഹമാസിൻ്റെ 2 സീനിയർ കമാൻഡർമാരെ വധിച്ചെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. വെസ്റ്റ് ബാങ്കിലെ ഹമാസ് കമാൻഡർ യാസിൻ റാബിയ, മുതിർന്ന നേതാവ് ഖാലിദ് നാഗർ എന്നിവരെയാണ് ലക്ഷ്യമിട്ടതെന്നാണ് സൂചന. ഇസ്രായേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് സ്പെയിൻ ആവശ്യപ്പെട്ടു. ആക്രമണത്തെ ഫ്രാൻസ്, മെക്സിക്കോ, UAE തുടങ്ങിയ രാജ്യങ്ങൾ അപലപിച്ചു. ഇതിനിടെ ഇന്ത്യൻ സമുദ്രത്തിൽ 3 കപ്പലുകൾക്കും ചെങ്കടലിൽ 2 US യുദ്ധക്കപ്പലുകൾക്കും നേർക്ക് മിസൈൽ ആക്രമണം നടത്തിയെന്ന് യമനിലെ ഹൂതികൾ പറഞ്ഞു. കാശ്മീരിന് വൈകാതെ സംസ്ഥാന പദവി. നിയമസഭാ തെരഞ്ഞെടുപ്പ് സെപ്റ്റംബറിനുള്ളിൽ. ജമ്മു കാശ്മീരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ഉയർന്ന വോട്ടിംഗ് ശതമാനം നിയമസഭാ തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കുന്നു. ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശമായ കാശ്മീരിന് വൈകാതെ സംസ്ഥാന പദവി തിരികെ നൽകുമെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിച്ചു. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ സുപ്രീം കോടതി നേരത്തെ നിർദ്ദേശിച്ച സെപ്റ്റംബർ 30-നുള്ളിൽ കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് ഉണ്ടായേക്കും. സുരക്ഷാ സാഹചര്യങ്ങൾ ഒത്തുവന്നാൽ സെപ്റ്റംബറിൽ തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങളും പറഞ്ഞു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടുത്തിടെ നടത്തിയ പ്രസംഗങ്ങളിലും സെപ്റ്റംബറിൽ സംസ്ഥാന നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചിരുന്നു. സംസ്ഥാന പദവി തിരിച്ചു നൽകാനുള്ള നടപടികളും എടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നാക്ക സമുദായങ്ങളുടെ സർവേ പൂർത്തിയായാലേ സംവരണ മണ്ഡലങ്ങൾ സംബന്ധിച്ച് തീരുമാനമെടുക്കാനാവൂ എന്നതിനാലാണ് സെപ്റ്റംബർ വരെ നീളുന്നത് എന്നറിയുന്നു. ശുഭദിനം. നന്ദി.